വീട്ടില് രാത്രി ചായ ഇടണ ആരാണ്? നമ്മുടെ വീട്ടിൽ രാത്രി ചായ ഇടണ ആളാരാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അറിയണ്ട, രഹസ്യമായിട്ട് കാണിച്ചു തരാം. ഉച്ചയ്ക്ക് പാചകം ഞാനാണ്. വരുന്നുണ്ട് കാണിച്ചു തരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. നമ്മുടെ വീട്ടിൽ രാത്രി ചായ ഇടുന്ന ആളും ഞാനല്ല കേട്ടോ. ഞാനല്ല നമ്മുടെ വീട്ടിൽ ചായ ഇടുന്നത്. ഉച്ചയ്ക്ക് പാചകം, നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഉച്ചയ്ക്ക് പാചകമൊക്കെ ഞാനാണല്ലോ. അപ്പോൾ പാചകമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ ലൈവൊക്കെ വരുന്നുണ്ട്. ലൈവിലും വരുന്നുണ്ട്, ആൾ വരുന്നുണ്ട്, ലൈവിലൊക്കെ വരുന്നുണ്ട് അവർ. പോകാം, ഞാൻ റെഡി. അപ്പോഴും രാവിലെ അങ്ങനെ തന്നെ. രാവിലെ ഞാൻ പണിക്ക് പോകുമല്ലോ. അപ്പോഴെന്നെ ചേട്ടൻ പാവം ചായ ഇട്ട് കുടിക്കും. ചേട്ടൻ വരുന്നുണ്ടെന്ന് ചേട്ടൻ ചായ ഇട്ട് കുടിക്കും. ഇതൊക്കെ നമ്മുടെ വീട്ടുവിശേഷമൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതേ. നിങ്ങളിപ്പോൾ നമുക്ക് അന്യനൊന്നുമല്ല. നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ വരുന്ന ആരും നമുക്ക് അന്യരല്ല. എല്ലാവരും നമ്മളെ കുടുംബക്കാരാണ്. എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ഇതിനിപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആരെങ്കിലുമൊക്കെ കളിയാക്കിയിരിക്കും. ഇപ്പം അങ്ങനെയൊന്നുമല്ല, പണ്ടത്തെ കാലം പോലെയൊന്നും അല്ല കേട്ടോ. ഇപ്പം പിന്നെ വീട്ടിലെല്ലാവരും ആണും പെണ്ണും വേർതിരിവല്ലാണ്ട് എല്ലാവരും പണിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പണ്ടത്തെ കാലം പോലെയല്ല. പണ്ടത്തെ കാലത്താണെങ്കിൽ അമ്മമാർ വീട്ടിലിരിക്കും, ആണുങ്ങൾ പോയി പണിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. ആണുങ്ങൾ പണിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന കാശ് അമ്മമാർ പാചകം ചെയ്ത് വീഡിയോ എടുക്കട്ടെ. വേണ്ട, വീഡിയോയിലൊന്നും വരുന്ന ഇഷ്ടമില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പണ്ടുള്ളവർ വീട്ടിലിരിക്കും, ആണുങ്ങൾ പണിക്ക് പോകും, പണിയെടുത്ത് കൊണ്ടുവന്ന് കാശ് കൊടുക്കും, വീട്ടിലെ കാര്യങ്ങൾ നോക്കും. ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ഇന്ന് ആണും പെണ്ണും വേർതിരിവില്ലാണ്ട് എല്ലാവരും പണിയെടുക്കാൻ പോകുന്നവരാണ്. പെണ്ണ് വേർതിരിവില്ലാതെ എല്ലാവരും പണിയെടുക്കാൻ പോകുന്നവരാണ്. റോഡിലൂടെ വണ്ടികൾ പോകുന്നതിൻ്റെ ഒച്ച. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു കുടുംബത്തിലെ 2 പേരും ഒന്നുപോലെ നിന്നാലേ നമ്മളെ കുടുംബം മുന്നോട്ട് പോകുള്ളൂ. 2 കൂട്ടരും ഒരുപോലെ നിന്നാലേ, ഭാര്യയും ഭർത്താവും ഒരുപോലെ നിന്നാലേ ആ കുടുംബം മുന്നോട്ട് പോകുള്ളൂ. വീട്ടിലെ ജോലിയും പുറത്തെ പണിയും എല്ലാം പെണ്ണ് തന്നെ എടുക്കട്ടെന്നും പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരുന്നാലേ ആ കുടുംബം ചിഹ്നം ഭിന്നായിപ്പോവും. അപ്പോൾ എൻ്റെ വീട്ടിൽ നേരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ കൂടെ സഹായിയായി നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയണ്ട, ഭർത്താവെന്ന് പറയണ്ട. ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് തെറ്റിപ്പോണെങ്കിൽ നമ്മുടെ ലൈവിലുള്ള മക്കളെ ഇത് കേൾക്കുകയാണെങ്കിൽ, ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്നെ കളിയാക്കും. ഈ അമ്മയ്ക്ക് മലയാളത്തിൽ പറഞ്ഞിടാണ്ട് കിളവി ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് ആകെ കൊളാക്കിയെന്ന് പറയും. അപ്പോൾ ഇത് പെട്ടെന്നെടുത്തൊരു വീഡിയോ ആണ്. ഞാൻ ഈ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ പെട്ടെന്ന് വന്നൊരു വീഡിയോ ആണ് ഈ വീഡിയോ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഉദിച്ചൊരു വീഡിയോ ആണ്. നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ട് നമ്മളെ വീഡിയോ ഒന്നും അങ്ങോട്ട് ക്ലിക്ക് ആവുന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടുവിശേഷം പറഞ്ഞാലും, നാട്ടുവിശേഷം കാണിച്ചാലും, കല്യാണം കാണിച്ചാലും, സദ്യ കാണിച്ചാലും, ഭക്ഷണം കാണിച്ചാലും, എന്ത് കാണിച്ചാലും നമ്മുടെ വീഡിയോ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ആരും മോശം കമൻറ്റൊന്നും ഇടരുത് കേട്ടോ. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ മോശം കമൻറ്റ് ഇട്ടാലും എനിക്ക് വിഷയമല്ല. ഞാൻ എൻ്റെ വീട്ടിലുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനാണ് ചായ ഇട്ടത്. നമ്മുടെ ചേട്ടൻ്റെ സഹായം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവിടെയും പണിയെടുത്തിട്ട് വന്ന് വീട്ടിലും കൂടെ മൊത്തം പണിയെടുത്താൽ നമ്മൾ ഒടിഞ്ഞ് നേരത്തെ കിടപ്പിലാവും. ഇപ്പോൾ പുള്ളിയുടെ സപ്പോർട്ടും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ അങ്ങ് പോകുന്ന എൻ്റെ സുഹൃത്തുക്കളെ. അപ്പോൾ എൻ്റെ ചേട്ടായി എനിക്ക് ചായ ഇട്ട് തന്നു. സൂപ്പർ. ചേട്ടൻ മധുരം ഇടൂല കേട്ടോ. നമ്മളെ വീഡിയോ എല്ലാവരും കാണുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്നലൊരു കോമഡി വീഡിയോ ഇട്ടു കേട്ടോ. കോമഡി വീഡിയോ ഇട്ടതിന് ആരും കാണുന്നില്ല. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കോമഡി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങളാരും ഒന്നും
കാണുന്നില്ല. നിങ്ങളുടെ കോമഡി വീഡിയോ നമുക്ക് കോമഡിയൊക്കെ ചെയ്യണമെങ്കിൽ 2 പേര് വേണം, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു റിസ്ക് ഉണ്ട്. നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നെങ്കിൽ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഞാനെന്നാൽ ചായ കുടിക്കട്ടെ. ചായ കുടിക്കാൻ കൊണ്ട് തന്നപ്പോൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ചെയ്യണം. ഇതിപ്പോൾ എത്രത്തോളം എനിക്കറിയില്ല. എന്തായാലും കിടക്കട്ടെ. എന്നാ പോട്ടെ. സന്ധ്യ എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും തമ്മിൽ കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം. നാളെ പ്രതീക്ഷതൻ പാടുന്നില്ല. പാടി ഉള്ളവരെയൊന്നും ഓർത്തിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും കാണുക കേട്ടോ.